നീ അങ്ങോട്ട് മാറിക്കോ ബിങ്കോ. നീ കൊച്ചല്ലയോ, ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം കാണാൻ കടിയിട്ടിയാലുണ്ടല്ലോ. ചിച്ചുകാലും രണ്ടും തടി എനിക്കുണ്ട്, ആരോഗ്യം എനിക്ക്. ഇതൊക്കെ നേരിടാൻ ഞാൻ മതി. അതെവിടെ പോയി എന്നാലും എന്നെ പേടിച്ച് ഏത് മരത്തിൽ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. കണ്ടും തടിയും കൊണ്ട് ഒരു ശത്രുവിനെ നേരിടാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ മോളെ? അതിന് ബുദ്ധി വേണം. എന്ത് വേണം? ബുദ്ധി വേണം. അത് നിനക്കില്ലാത്ത സാധനമായോണ്ട് നീ അങ്ങോട്ട് മാറി നിൽക്കും മോളെ ദിനേശി. ചേച്ചി വിചാരിക്കുന്ന പോലത്തെ ശത്രു ഒന്നും അല്ലിത്. ഇത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. ചേച്ചിക്ക് ഒന്നും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നോ. ഒരു ശത്രുവിനെ എങ്ങനെ കീഴ്പ്പെടുത്താന്ന് നിനക്ക് നോക്കി കണ്ടു പഠിക്കുകയും ചെയ്യാം. പിങ്കോ, ഇവൾ നിസാരക്കാരല്ല. നീ ഒരു 10 കിട്ടുമെന്ന് നോക്കിയേ. പിന്നെ തൽക്കാലം ഈ മുറിയിലേക്ക് ആരും കടന്നു വരാതെ നീ ശ്രദ്ധിക്കണം. അമ്മച്ചി ഇവിടെ തൂത്ത് വരട്ടുമില്ലയോ? എന്തൊരു പൊടിയാ അതിന്റെ കീഴില്. നീ അവിടെ തുമ്മി കളിക്കാതെ പത്തലെടുത്തോണ്ട് ഇങ്ങോട്ട് വാടി. ഇടയ്ക്കിടയ്ക്ക് അവൻ എസ്കേപ്പ് ആവുന്നുണ്ട്. എന്തുവാ ഇവിടെ കൊറേ നേരമായല്ലോ രണ്ടിന്റെയും കൂടെ അലപ്പ് കേൾക്കുന്നു. എന്തുവാ അലമാരുടെ കീഴില്? എന്തുവാടി ഇതിന്റെ കീഴില്? മാറി ഞാനൊന്ന് നോക്കട്ടെ ടോർച്ചടിച്ച്. കളിക്കാൻ അങ്ങോട്ട് മാറി പിള്ളാരെ. നിങ്ങളുടെ വെപ്രാളം കാണണമെങ്കിൽ എനിക്കും പേടിയാവുന്നു. ഇവിടെ നീ നിറച്ച് എല്ലിയുണ്ട്, പല പൂച്ച കയറാത്തോണ്ട്. ഇനി വല്ല ചേരയോ പാമ്പോ വല്ലോ ആണോ ഞാനൊന്ന് നോക്കട്ടെ. ഇതെങ്ങനെ രണ്ടെണ്ണം കൂടെ സമ്മതിക്കുമോ അത് നോക്കാന്? അമ്മച്ചിയോട് പോവാൻ ഞാൻ പറഞ്ഞു. എന്ത് സാധനമായാലും അമ്മച്ചിയുടെ മുന്നിലോട്ട് ഞാൻ കിട്ടുന്നത് അന്നേരം കണ്ടാ മതി. മാറും ഉച്ചകൾ അങ്ങോട്ട്, ഞാൻ ടോർച്ച് അടിച്ച് നോക്കട്ടെ. ഒന്നും ഇല്ലല്ലോ ഇതിന്റെ കീഴില്, ഞാനൊന്നും കാണുന്നില്ലല്ലോ. നീ മേലോട്ടെല്ലാം കേറിയോ? ഞാനേ ചൂലെടുത്തോണ്ട് വന്ന് അവിടെ നിന്ന് തൂത്ത് നോക്കട്ടെ. അമ്മച്ചി ആ കണ്ണാടി എടുത്തോണ്ട് വന്നൊന്ന് നോക്ക്. അവിടെ ഒരു സാധനം കിടക്കുന്ന കാണാൻ വയ്യ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറി തരാമെങ്കിൽ ഞാൻ ഇവിടുന്ന് തൂത്ത് നോക്കാം. ഞാൻ ആ ചൂലിട്ട് എന്റെ കീഴൊക്കെ ഒന്ന് തൂക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കുന്ന കാണുമ്പോ എനിക്കൊരു പേടിയാ പിള്ളാരെ. ഞെഴിയന്തൊക്കെ വല്ലതും കേറിയിരിക്കുവാന്ന് എങ്ങനെ ഒന്ന് നോക്കാൻ സമ്മതിക്കോ രണ്ടെണ്ണം കൂടെ? അമ്മച്ചി ഇങ്ങനെ കുണ്ടിക്കപ്പെടാതെ. അമ്മച്ചിക്ക് എന്തെങ്കിലും പറ്റിയ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? അയ്യേ, ഈ പ്ലാസ്റ്റിക് കണ്ടിട്ടാണോ നീയൊക്കെ ഇതുവരെ പേടിച്ചു വിറച്ചുകൂടി ഇരുന്നത്? ഇത് കണ്ടിട്ടാണോ മിക്കു നീ പേടിച്ചോടാൻ നോക്കിയത്? നാണക്കേട് കേട്ടാ. അയ്യേ, എന്നാ നിന്റെ കഴുത്തേലോട്ടങ്ങ് ഇട്ടത് ബെൽറ്റാട്ടോടെ കിടന്നോട്ടെ. എന്നാലും മനുഷ്യന്മാരെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ മിക്കു. വെറുതെ കുറെ നേരം കൊണ്ട് ഞാനും പേടിച്ചു ശരിക്കും.